ഹലോ എവ്രി വൺ, വെൽക്കം ടു പ്ലസ് ടു മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൻ്റെ ലാബുകൾ എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് ഓൺലൈനായിട്ട് പ്രാക്ടീസ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ജിയോജിബ്ര ക്ലാസിക് എന്ന ഓൺലൈൻ സൈറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നത് ജിയോജിബ്രയുടെ ഇൻ്റർഫേസ് ആണ്. ലാബിൻ്റെ മോഡൽ എക്സാമിന് വന്നൊരു ചോദ്യമാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x² + 1. ഇനി ഈ കമാൻഡ് ഉപയോഗിക്കുക. ഈ കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക. ഈ കമാൻഡ് മീൻ ചെയ്യുന്നത് ഇൻ്റഗ്രൽ ഓഫ് ഫംഗ്ഷൻ എഫ് ലോവർ ലിമിറ്റ് -2 അപ്പർ ലിമിറ്റ് 1 എന്നാണ്. ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. സോ ആദ്യം ഫംഗ്ഷൻ 3x² + 1 ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫംഗ്ഷൻ 3x² + 1 3x² + 1 എന്ന് ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ അടിക്കുക. ഓക്കെ, ദെൻ ഇൻപുട്ട് കമാൻഡ് ഇൻ്റഗ്രൽ ഓഫ് എഫ് -2 1 ഏരിയ അണ്ടർ ദ കർവാണ് കിട്ടിയിരിക്കുന്നത്. ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുക ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ -2 to 1 എഫ് ഇൻറ്റു ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 12. ഒരു ഇൻപുട്ട് ബോക്സും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് ബോക്സ് ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇൻപുട്ട് ബോക്സ് പേര് എഫ് എന്ന് കൊടുത്തു. ഇൻപുട്ട് ബോക്സിൻ്റെ പേര് എഫ് എന്നാണ് കൊടുക്കേണ്ടത്. എഫ് ലിങ്ക് ചെയ്യേണ്ട ഒബ്ജക്റ്റ് ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഓക്കെ കൊടുത്തു. 3x² + 1 ആണ് ഫംഗ്ഷൻ. ഓക്കെ, ദെൻ അടുത്തതായിട്ട് ഏരിയ ഓരോ ഫംഗ്ഷൻ്റെയും കണ്ടുപിടിക്കണം. ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏരിയ ബൗണ്ടഡ് ബൈ ദ റീജിയൻ ബൈ ദ കർവ് y² = 2x + 5, x = 1 to x = 3. y² = 2x + 5 ആണെങ്കിൽ y = √2x + 5 ആയിരിക്കും. ഓക്കെ, അത് എഡിറ്റ് ചെയ്യുക. ഇൻപുട്ട് ബോക്സിൽ SQRT ഓഫ് 2x + 5 എന്നാക്കുക. 2x + 5. ഇപ്പോൾ ഏരിയ അണ്ടർ ദ കർവാണ് വന്നിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ലിമിറ്റ് x = 1 to 3 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ലിമിറ്റ് എഡിറ്റ് ചെയ്യുക. 1 to 3 എന്നാക്കുക. 1 മുതൽ 3 വരെ എഴുതുക. എഡിറ്റ് ഫംഗ്ഷൻ √2x + 5 ലോവർ ലിമിറ്റ് 1 അപ്പർ ലിമിറ്റ് 3. ദെൻ ഏരിയ ഈക്വൽ ടു 5.99. ഇത്രയാണ് ആൻസർ ഷീറ്റിൽ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y = sin 3x, x = 2 to x = 4. എഡിറ്റ് ഫംഗ്ഷൻ sin 3x എന്നാക്കുക. ദെൻ അവിടെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 2ഉം അപ്പർ ലിമിറ്റ് 4ഉം ആണ്. 2 to 4 എന്നാക്കുക. 2 to 4. ഓക്കെ, ഇപ്പോൾ ഏരിയ 0.04 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ശരിയായ ഏരിയ അല്ല, കാരണം ഈ താഴെ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് നെഗറ്റീവാണ്. അത് സബ്ട്രാക്ട് ചെയ്ത് പോയി, അതുകൊണ്ടാണ് കറക്റ്റ് ഏരിയ കിട്ടാത്തത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഫംഗ്ഷനെ മോഡുലസ് ആക്കുക. അപ്പോൾ ഈ ഭാഗം മുകളിലോട്ട് വരും. സോ നമ്മൾ എടുക്കേണ്ടത് ഫംഗ്ഷൻ y = ആബ്സലൂട്ട് വാല്യൂ മോഡുലസ് ഓഫ് sin 3x എന്നാക്കുക. ഓക്കെ, ഇപ്പോൾ കിട്ടിയിരിക്കുന്നു ഇൻ്റഗ്രൽ 2 to 4 sin 3x മോഡുലസ് ഓഫ് sin 3x എന്ന് പറയുന്നത് 1.29. ഇതായിരിക്കും ആൻസർ ഷീറ്റിൽ എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യുക. ഫംഗ്ഷൻ 3x² - 2 x = -1 to x = 2. ഫംഗ്ഷൻ 3x² - 2 എന്നാക്കുക. y = 3x² - 2. 3x² 2 ഫംഗ്ഷൻ 3x² - 2 ആണ്. ദെൻ ലിമിറ്റ് എന്ന് പറയുന്നത് -1 to 2 എന്നാക്കുക. -1 to 2. ഓക്കെ, ഇപ്പോൾ നോക്കുക, ഈ ഏരിയ കാണിച്ചിരിക്കുന്നതും കറക്റ്റ് ഏരിയ അല്ല, കാരണം ഈ താഴെ ഭാഗത്തിലെ ഏരിയ നെഗറ്റീവ് ആയിപ്പോയി. സോ നമുക്ക് കൃത്യം ഏരിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യുക. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ മോഡുലസിൻ്റെ ഉള്ളിലാക്കുക. ദറ്റ് ഈസ് ABS ഓഫ് ഫംഗ്ഷൻ ആക്കുക. 3x² - 2. സോ ആൻസർ ആയിട്ട് എഴുതുക y = മോഡുലസ് ഓഫ് 3x² - 2 ആൻഡ് ഏരിയ = integral of -1 to 2 modulus of 3x² - 2 = 7.35. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് x²
ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 16 ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതിനെ സോൾവ് ചെയ്യുക. വൈ എന്താണെന്ന് കണ്ടുപിടിക്കണം. വൈ സ്ക്വയർ ബൈ 16 ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 25 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 16 ഈക്വൽ ടു 25 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 25 എന്ന് കിട്ടും. ദെൻ രണ്ട് സൈഡിൽ റൂട്ട് എടുക്കുക. വൈ ബൈ 4 ഈക്വൽ ടു റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും. വൈ ബൈ 4ൻ്റെ 4 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. സോ ഫൈനലി വി ഗെറ്റ് വൈ ഈക്വൽ ടു, ഇപ്പം ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുക, വൈ ഈക്വൽ ടു 4/5 ഇൻറ്റു റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ. അത് നമ്മൾ ഇൻപുട്ട് ബോക്സിൽ ഫംഗ്ഷനായിട്ട് അത് അടിച്ചു കൊടുക്കണം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു 4/5 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 5 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് SQRT ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 25 മൈനസ് എക്സ് സ്ക്വയർ 25 മൈനസ് എക്സ് സ്ക്വയർ എന്നാക്കിയിട്ടുണ്ട്. സോ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു എലിപ്സിൻ്റെ ഹാഫ് പോർഷനാണ്. ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ട ലിമിറ്റ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. തൊട്ട് മുൻപത്തെ ചോദ്യങ്ങളിലെല്ലാം ലിമിറ്റ് കൃത്യമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. സോ ഈ സെമി സർക്കിളിൻ്റെ ഇൻറ്റഗ്രേഷൻ കാണണമെങ്കിൽ, ഏരിയ കാണണമെങ്കിൽ -5 മുതൽ 5 വരെ നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. സോ എഡിറ്റ് ചെയ്യുക, ലിമിറ്റ് -5 ടു 5 എന്നാക്കുക. -5 ടു 5. സോ സെമി ആയിട്ടുള്ള എലിപ്സിൻ്റെ ഏരിയ, അതായത് ഹാഫ് പോർഷൻ ഓഫ് എലിപ്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 31.42 ആണ്. സോ ഏരിയ ഈക്വൽ ടു ഇൻറ്റഗ്രൽ -5 ടു 5 4/5 ഇൻറ്റു റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 31.42 എന്ന് എഴുതുക. ഓക്കെ, ദെൻ ടോട്ടൽ ഏരിയ ഈക്വൽ ടു ഇതിൻ്റെ 2 ടൈംസ് ആയിരിക്കും. സോ 2 ഇൻറ്റു എ എന്ന് ഞാൻ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യുന്നത്. 2 ഇൻറ്റു എ ഈക്വൽ ടു 62.83. അതായിരിക്കും ടോട്ടൽ എലിപ്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. സോ ആൻസർ കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയുമാണ് ചെയ്യേണ്ടത്. സോ നമ്മൾ 10 മാർക്കിൻ്റെ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ മാക്സിമം മാർക്ക് ഉറപ്പുവരുത്തുക. താങ്ക് യു.